ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ജീവിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കിയിട്ട് മരിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ജീവിച്ചു എന്ന് പറയാം. ആണോ അല്ലേ? ആ, ജീവിതത്തിന് എങ്ങനെയാണ് അർത്ഥം ഉണ്ടാവലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്ന കാര്യം, നമ്മളെ ഫാമിലിയെ മാത്രം നോക്കി നമ്മൾ മരിച്ചു പോയിട്ട് കാര്യമില്ല. നേരെ മറിച്ച് നമ്മളെ കൊണ്ട് നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള, നമ്മളെ ചുറ്റുവട്ടത്തുള്ള, നമ്മൾ അറിയുന്ന ആളുകളിലേക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ആളെയാണ് എന്നും ആളുകൾ മനസ്സിൽ കൊണ്ട് നടക്കുക. എക്സാമ്പിൾ ഗാന്ധിജി ഇന്ത്യ മഹാരാജ്യത്തിന് കുറെ അധികം ചെയ്ത മനുഷ്യരായത് കൊണ്ട് തന്നെ ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിയെ അനുസ്മരിക്കുന്നുണ്ട്. ആണോ അല്ലേ? അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മുടെ സറൗണ്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മരിച്ചു പോകാൻ പാടുള്ളൂ എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ. റെഡി? അല്ലാതെ എല്ലാവരും ജീവിക്കുന്ന പോലെ ഒരിക്കലും ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഫൈൻ. അപ്പം ഈ 5 റോളുകളാണ് നമുക്കുള്ളത്. അപ്പം ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇന്ന് നടക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ നമുക്കറിയാം. കാർഡിയോ വാസ്കുലർ ഡിസീസസ്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രമേഹം, സ്ട്രോക്ക്, ക്യാൻസർ, ഡിപ്രഷൻ, ക്രോണിക് ആയിട്ടുള്ള പല ആസ്മ, തൈറോയിഡ്, അങ്ങനെ മൈഗ്രെയിൻ വന്നിട്ടുള്ള പല ക്രോണിക് ആയിട്ടുള്ള ഡിസീസുകൾ, അതുപോലെ തന്നെ ഒബിസിറ്റി, പൊണ്ണത്തടി പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളാണെന്ന് കൂടുതലും കാണപ്പെടുന്നത്. ആണോ അല്ലേ? അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഇങ്ങനത്തെ രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പണ്ട് കാലത്ത് കഴിച്ചിരുന്ന ഫുഡ് എന്ന് പറയുന്നത്, ഭക്ഷണം എന്ന് പറയുന്നത് ഔഷധ ഗുണമുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കഴിക്കുന്നത് നാവിന് രുചിയുള്ളത് മാത്രമാണ്, പക്ഷെ ശരീരത്തിന് ഗുണമില്ലാത്തതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിലേക്ക് ഗുണമില്ലാത്ത സാധനങ്ങൾ എത്തുമ്പോൾ ശരീരത്തിൽ അത് ഉപയോഗപ്രദമാവുന്നുമില്ല, ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ ശരീരത്തിനെ കൊണ്ട് കഴിയുന്നുമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരാനുള്ള റീസൺ. സോ റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തിയ സമയത്ത് എന്തുകൊണ്ടാണ് ഇത്ര ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയ സമയത്ത് കണ്ടെത്തിയ 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ മാറ്റാത്തോടത്തോളം കാലം, മാറി നിൽക്കാൻ പറ്റാത്തോടത്തോളം കാലം ആളുകൾക്ക് ജീവിതശൈലി രോഗം കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫുഡാണ്. ഫുഡിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് ഈവൻ തക്കാളിക്കൂട്ടാനാണെങ്കിൽ പോലും, ഏറ്റവും ചെറിയ കറിയാണ് തക്കാളിക്കൂട്ടാൻ. നമ്മുടെ മലപ്പുറത്തിൽ എല്ലായിടത്തും അധിക സ്ഥലത്തും കഴിക്കുന്ന കൂട്ടാനാണ്. പിന്നെ ചെറിയ കറിയാണ് തക്കാളി കൊണ്ടുള്ള കറി. ഈ തക്കാളിക്കറിയിൽ വരെ നമുക്ക് തക്കാളിയിൽ വരെ കെമിക്കൽസ് ആഡഡ് ആണ്. നമ്മൾ കഴിക്കുന്ന അരി, അത് പിന്നെ വാക്സ് കോട്ടിനായിട്ടും പ്ലാസ്റ്റിക് അരിയായിട്ടും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തായാലും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ബിരിയാണിയും ബ്രോസ്റ്റഡും അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈഡ് റൈസും മാത്രം കഴിച്ചുകൊണ്ട് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, സാധാരണ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നമാണ് വെള്ളം. വെള്ളത്തിന്റെ അവസ്ഥ നോക്കുന്ന സമയത്ത് ഇന്ന് നമ്മളുടെ കേരളത്തിലുള്ള 80% കിണറുകളും പൊല്യൂട്ടഡ് ആണ്. കാരണം ഇന്ന് കോളനി രൂപത്തിലാണ് വീടുകളുള്ളത്. ഈ കോളനി രൂപത്തിലുള്ള വീടുകളിൽ തന്നെ സെപ്റ്റിക് ടാങ്കും കിണറും അടുത്തടുത്താണ്. അപ്പോൾ ഒരു മഴ പെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടി കലർന്ന വെള്ളമാണ് ആൾക്കാർ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം പൊല്യൂട്ടഡ് ആണ്. ഇന്ന് നമ്മൾ ശ്വസിക്കുന്ന വായു, നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി, നമ്മുടെ ടൗണിൽ ഒരു 5 മിനിറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കേർച്ചീഫൊക്കെ എടുത്ത് ടവലൊക്കെ എടുത്തിട്ട് മുഖം തോർത്തി കഴിഞ്ഞാൽ ടവൽ മൊത്തം എന്തായിരിക്കും, കേർച്ചീഫ് മൊത്തം പിന്നെ ഡസ്റ്റ് ആയിരിക്കും, അഴുക്കായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പൊല്യൂട്ടഡ് ആണ് ഇന്നത്തെ എയർ. ഇതാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. നാലാമത്തെ പ്രശ്നമാണ് റേഡിയേഷൻ. ഇന്ന് നമ്മള് മക്കളുടെ അടുത്ത് വരെ മൊബൈൽ ഫോൺസ് ആണ്. ഇന്ന് ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് മൊബൈൽ ഫോൺസും അതുപോലെ തന്നെ ഐപാഡുകളും ടാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ പിന്നെ AC, എയർ കണ്ടീഷൻ, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, ഇതൊക്കെ ഇലക്ട്രിക് ഗാഡ്ജറ്റുകളിൽ നിന്നൊക്കെ എന്ത് വരുന്നുണ്ട്, റേഡിയേഷൻ വരുന്നുണ്ട്. അതുമൂലം നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അഞ്ചാമത്തെ പ്രശ്നമാണ് മൈൻഡ്. നമ്മളുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, പ്രൊഫഷണൽ ആയിട്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രെസ്. ഈ 5 കാര്യങ്ങളിൽ നിന്നും ആളുകൾക്ക് എന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ലയോ അത്രത്തോളം കാലം, മാറി നിൽക്കാത്തോടത്തോളം കാലം ആളുകൾക്ക് പ്രശ്നങ്ങൾ വരും എന്നുള്ളതാണ്. ഈ 5 കാര്യങ്ങളിൽ നിന്ന് എന്ന് മാറി നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല. കാരണം ഫുഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വാട്ടർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എയർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ റേഡിയേഷൻ, ഇന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. 5 സ്ട്രെസ്സിനെ കുറിച്ച് നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയാൽ മാത്രമേ നമുക്ക് സ്ട്രെസ് കുറയുള്ളൂ. ആണോ അല്ലേ? അപ്പൊ ഇത്രയും 5 കാര്യങ്ങളിൽ നിന്നും ആളുകൾക്ക് മാറി നിൽക്കാത്തോടത്തോളം കാലം ഈ
ഇൻഡസ്ട്രി, ഈ ഒരു മേഖല വളർന്നുകൊണ്ടേയിരിക്കും. സോ ഇനി വളരാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് ടാപ്പ് ഇൻ ടു ദ നെക്സ്റ്റ് $1 trillion ഇൻഡസ്ട്രി, ഹെൽത്ത് ആൻഡ് വെൽനസ്. ഫാർമസ്യൂട്ടിക്കൽ മേഖലയാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ഹോസ്പിറ്റൽസും ഫാർമസീസ് ഒക്കെ. ഈ ഫാർമസ്യൂട്ടിക്കൽ മേഖലയെക്കാളിലും 3 ഇരട്ടി ഇനി വളരാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി. അതിന് കാരണം ഹെൽത്ത്, ഇപ്പം ഇൽനെസ് ഇൻഡസ്ട്രി, അതായത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. പക്ഷെ വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം വന്ന ആളുകൾക്കും വരാത്ത ആളുകൾക്കും ഒരേപോലെ നിർബന്ധം ഇൻഡസ്ട്രിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ആരോഗ്യം നോക്കൽ നിർബന്ധമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖല ഇനി തഴഞ്ഞു വളരാൻ പോവാണ്. നമ്മൾ ഓരോരുത്തരും ഉള്ളത് ഈ മേഖലയിലുമാണ്. നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. ഇനി വളരുന്ന മേഖലയിൽ നമ്മൾ ചുവട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ പറ്റും. സോ ഈ വെൽനസ് പ്രോഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന വെൽനസ് പ്രോഡക്റ്റുകളാണ്. വെൽനസ് പ്രോഡക്റ്റുകൾ മെയിൻലി മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഏതിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ട്രഡീഷണൽ ബിസിനസ് വഴിയല്ല, നേരെ മറിച്ച് കൺസ്യൂമർ സെല്ലിംഗ് വഴി ആണ് എന്ത് ചെയ്യുന്നത്, കൺസ്യൂമർ മാർക്കറ്റിംഗ് വഴിയാണ് ഇത് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. ട്രഡീഷണൽ ബിസിനസ്സും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഈ ഇൻഫ്ലുവൻസർ ഡ്രിവൺ മാർക്കറ്റിംഗ് സിസ്റ്റം തമ്മിലുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ഉള്ള ബിസിനസ്സാണ് ട്രഡീഷണൽ ബിസിനസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രഡീഷണൽ ബിസിനസ്സിൽ നമുക്ക് 30 രൂപൻ്റെ ഹോർലിക്സോ ബൂസ്റ്റോ നമുക്ക് നമ്മളെ അടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നത് 100 രൂപക്കാണ്. ശരിക്കും 100 രൂപൻ്റെ ഹോർലിക്സിന് എത്ര വരുന്നേ ഉള്ളൂ? 30 രൂപ വരുന്നുള്ളൂ. ബാക്കി 70 രൂപ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി റിച്ച് ആയിട്ടുള്ള ആളുകളിലേക്കാണ് 70% പോകുന്നത്. അതായത് ഒരു സാധാരണക്കാരൻ 100 രൂപൻ്റെ സാധനം വാങ്ങുമ്പോൾ 70 രൂപ റിച്ച് ആയിട്ടുള്ള ആളുകളിലേക്ക് പരസ്യത്തിന് വേണ്ടിയിട്ടും ഇന്റർമീഡിയറ്റ് കോസ്റ്റ് ആയിട്ടും ആണ് പോകുന്നത്. അപ്പോൾ റിച്ച് ആയിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും റിച്ച് ആവുക എന്നുള്ളതല്ലാതെ സാധാരണക്കാരൻ എന്തില്ല, റിച്ച് ആവാനുള്ള അവസരം ട്രഡീഷണൽ ബിസിനസ്സിലില്ല. അല്ലെങ്കിൽ നല്ല പൈസ ഇറക്കാനും നല്ല ഐഡിയാസ് നല്ല സ്ട്രാറ്റജി ഒക്കെ നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ സാധാരണക്കാരന് ഒരിക്കലും അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു റിച്ച് ആവാനുള്ള അവസരമില്ല. അപ്പം സാധാരണക്കാരന് ഫിനാൻഷ്യലി സെറ്റിൽ ആവാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മളുടെ കൊലാബറേറ്റീവ് സെല്ലിംഗ് എന്നോ ഇൻഫ്ലുവൻസർ ഡ്രിവൺ മാർക്കറ്റിംഗ് എന്നോ പറയാൻ പറ്റുന്ന ഇൻഡസ്ട്രി. സോ ഈ ഇൻഡസ്ട്രി തരുന്ന പ്ലാറ്റ്ഫോം തരുന്ന കമ്പനി എന്ന് പറയുന്നത് ഇൻഡസ് വ്യൂവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 2014 ഇന്ത്യൻ ഒറിജിൻ ആയിട്ട് തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ്. ഇന്ന് 12 വർഷം നട്ടലോട് കൂടി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. കമ്പനിയുടെ 600 ആഴ്ചകൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഇന്നുള്ളത് 601ാമത്തെ ആഴ്ചയിലാണ്. ഈ കമ്പനി തുടങ്ങിയിട്ട് 600 ആഴ്ചകളായി എന്നുള്ളതാണ്. സോ വെരി പ്രൗഡ് മൊമെന്റ്. കാരണം 600 ആഴ്ച ഒരു ഇന്ത്യൻ ഒറിജിൻ കമ്പനി നമ്മുടെ നാട്ടിൽ നിന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുക, മാർക്കറ്റിൽ നിന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. സോ കമ്പനി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലേറെ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്. കാരണം ഇന്ന് പല ആൾക്കാരും ആരോഗ്യം നോക്കാതെ പണിയെടുത്തിട്ട് ഭാവിയിൽ, അതായത് ആ വ്യക്തിക്ക് വയസ്സാവുന്ന സമയത്ത് അദ്ദേഹം സമ്പാദിച്ച മുഴുവൻ പണവും ഏത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യും? അദ്ദേഹത്തിന്റെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ നിങ്ങൾ ഓരോരുത്തരും നിർബന്ധമായിട്ടും ആരോഗ്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൂടെയുള്ള ആളുകളെയും ശ്രദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല എയർ ശ്വസിക്കുക, നല്ല വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ സൂര്യൻ്റെ രശ്മികൾ, പിന്നെ ഏർലി മോർണിംഗിലുള്ള സൂര്യരശ്മികൾ നമ്മൾ എന്ത് ചെയ്യുക, കൊള്ളുക. അതിലൂടെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. നല്ല ഡയറ്റ് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഞാൻ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുക. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം. ഇതിനൊക്കെ പുറമെ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും, ഇപ്പൊ കഴിഞ്ഞ ദിവസം ജിമ്മിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്തു, കുഴഞ്ഞു വീണ്, വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. അപ്പം ഇതിൻ്റെ ഒക്കെ കൂടെ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പ്രോപ്പർ ആക്കണം. അതിന് ഞാൻ പറഞ്ഞു, ഇപ്പോൾ കിട്ടാവുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഹൈജീനിക് അല്ല, മാത്രമല്ല നമ്മളെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ല കിട്ടുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സപ്ലിമെൻറ്റുകൾ യൂസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം കൂടി ആണ്. അവിടെയാണ് നമ്മുടെ കമ്പനിയുടെ പ്രോഡക്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇന്ന് മോഡേൺ മെഡിസിൻ്റെ പിതാവായിട്ടുള്ള ഹിപ്പോക്രാറ്റ്സ് എന്ന് പറയുന്ന വ്യക്തി, ഇന്നത്തെ പിന്നെ അലോപ്പതിയുടെ പിതാവാണ് ഹിപ്പോക്രാറ്റ്സ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ് ഫുഡ് ബി യുവർ മെഡിസിൻ. നിങ്ങളുടെ ഭക്ഷണം എന്താവട്ടെ, നിങ്ങളുടെ ഔഷധമാവട്ടെ. നിങ്ങളുടെ
ഔഷധം നിങ്ങളുടെ ഭക്ഷണമാവട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മളെപ്പോഴും ഔഷധ ഗുണമുള്ള ഫുഡുകളാക്കിയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് വരില്ല, മറ്റുള്ള മരുന്നുകൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സുകളെല്ലാം ഔഷധ ഗുണമുള്ള ഫുഡ് സപ്ലിമെന്റ്സ് ആണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ